വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇടുക്കി ജില്ലയിലെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് പാമ്പാടുംപാറ എന്ന സ്ഥലത്തെ ഗ്രാമപ്രദേശത്തെ വീഡിയോ കേട്ടോ. അപ്പൊ കാണാത്തവരൊക്കെ കാണണേ. അവിടെ നല്ല ഡാം ഒക്കെ ഉണ്ട്, നമുക്കത് പോയി കാണാം കേട്ടോ. നമ്മളെ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഇവിടെ വെള്ളക്ഷാമൊക്കെ വരുമ്പോൾ ഈ ഡാമിൽ പോയി എല്ലാവരും തുണിയൊക്കെ അലക്കുന്ന കുളിക്കുന്നതൊക്കെ നമുക്ക് അപ്പോൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഓരോ വീടുകളിലും കിണറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ വേനലാകുമ്പോഴത്തേന് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഡാമുകൾ കെട്ടാൻ കാരണം തന്നെ ഇവിടെ ഏലമാണ് മെയിനായിട്ട്. എല്ലാ വീടുകളിലും കൃഷി. അപ്പോൾ ഒരു വീട് പോലും ഏലം ഇല്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല. അപ്പോൾ അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്, കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഡാമിൽ വെള്ളം. അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് ഇത് മുരിക്കും പൂവാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഞാൻ നഖമായിട്ടൊക്കെ വെച്ചോണ്ടിരുന്ന ഈ പിള്ളേരുടെ പ്രായത്തിൽ, അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ. ഇതേപോലെ വെക്കുമായിരുന്നു. അപ്പോൾ പിള്ളേരെ ഇപ്പം ഞാനത് വെച്ച് കാണിച്ചപ്പോൾ തന്നെ അവർക്കൊരു എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വീട് പണിയുന്നത്. ആ വീടിന് കണ്ടോ, നമ്മൾ കയ്യാല കെട്ടുന്ന പോലെ ചാക്കുകളാണ് നിറച്ച്, അതായത് മണലാന്ന് തോന്നുന്നു, മണലോ എന്തോ, അത് നിറച്ച് ഇതുപോലെ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകത തോന്നിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതേ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ഇടവഴികളൊക്കെ കണ്ടോ, ഓരോ വീടുകളിലോട്ട് കയറി പോകുന്നതാവാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തി എല്ലാ വീട്ടിലും മുറ്റത്ത് ചെമ്പരത്തി സൈഡ് വഴി വെച്ച് പിടിപ്പിച്ചേക്കുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുക്ക് ഏലമുണ്ട്. അപ്പോൾ ഏലത്തിന് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കൂടുതലായിട്ട് ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ ഇതേ നമ്മൾ നടന്ന് ഡാമിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതാണ് ചെക്ക് ഡാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഡാമുകൾ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഇത് പുതിയതായിട്ട് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കൊടുക്കണം. അതെൻ്റെ വീഡിയോ തന്നെയല്ല, മറ്റുള്ളവരുടെ വീഡിയോയിലൊക്കെ ചെയ്യണം കേട്ടോ. കാരണം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങിയോണ്ടാണ് നമുക്ക് ആ കഷ്ടപ്പാടൊക്കെ മനസ്സിലാതെ. അപ്പോൾ അതേ നിങ്ങൾ ഡാം കാണും. നമുക്ക് അടുത്തോട്ട് പോയി കുറച്ചുകൂടെ ഒക്കെ നല്ല വിശദമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ആ മുകളിൽ കൂടെ കാണുന്ന പച്ച വിരിച്ച പോലെ നിൽക്കുന്നില്ലേ, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വഴിയുണ്ട് കേട്ടോ. അതിലേക്കൂടെയൊക്കെ ആൾക്കാർ വരുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ വീടുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം വീടൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആൾക്കാർ നിൽക്കുന്ന അടുത്തോട്ടൊക്കെ ഡാം പോയി നമുക്ക് ശരിക്കും കാണാവേ. അവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതൊക്കെ നമുക്ക് ശരിക്കൊന്നുകൂടെ കാണാം. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോകണമെങ്കിൽ ഇതേ വഴി മുകളിൽ കൂടെ കയറി പോകണം കേട്ടോ. മഴക്കാലത്ത് ഈ വഴിയൊക്കെ നടക്കാൻ ഭയങ്കര പ്രയാസമാണെന്ന് തോന്നുന്നു ഞാൻ കയറിയിട്ട്. ഇപ്പം നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ ഈ ഡാമിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരാൾ താഴ്ച കൂടുതലുള്ളതാണെന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ 2 പേര് ഇതേ മുങ്ങി മരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കൊച്ചിവിടെ മീനെ പിടിക്കാനായിട്ട് വന്നതാണ്, ചൂണ്ടയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മീൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ സിലോപ്പിയ എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സിലോപ്പിയ എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നതെന്ന് പറഞ്ഞാൽ, നല്ല വേനലാകുമ്പം വീടുകളിലൊക്കെ വളർത്തുന്ന സിലോപ്പിയ മീനിനെയൊക്കെ കൊണ്ട് ഈ ഡാമിലോട്ട് വെള്ളത്തിന് ക്ഷാമമാകുമ്പോൾ ഈ വെള്ളത്തിലോട്ട് കൊണ്ടിടും. അപ്പോൾ ഇവിടെ കിടന്നത് വളർന്ന് പിന്നെ ആൾക്കാർ ഇതുപോലെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. ഇവിടുന്ന് തന്നെ വിര പിടിച്ചാണ് ചൂണ്ടയിലോട്ട് കൊളുത്തുന്നത് കേട്ടോ. നമ്മുടെ പയ്യൻ മീനെ പിടിച്ചപ്പോഴത്തേന് ഇതേണ്ട അടുത്ത ആൾ ഇതേ ചൂണ്ടയിലോട്ട് വരെ പിടിച്ച് കൊളുത്തുന്നുണ്ട്, ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞോണ്ട്. അപ്പം ഒരുപാട് കുഞ്ഞു ഗപ്പികളുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്, എല്ലാം വന്ന് സൈഡ് വഴിയൊക്കെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴുള്ളതാണ് ഇതേണ്ട ഒരു പൊളവൻ. അത് എൻ്റെ അനക്കം കേട്ടോണ്ട് അത് താന്നു പോയി കേട്ടോ. പിന്നെ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു മിഠായൊക്കെ ആയിട്ടാണ് വന്നത്. ലാസ്റ്റത്തെ കയ്യെന്നൊക്കെ നക്കിയെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ചൂണ്ടപ്പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. പിന്നെ അമ്മ തുണി അലക്കാനായിട്ടൊക്കെ വെള്ളം കോരുവാണേ. അങ്ങനെ ഞാൻ ക്യാമറ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ തുണി അലക്കാനായിട്ട് അമ്മ സഹായിക്കാനായിട്ടൊക്കെ പോവാണ്. പിന്നെ അമ്മ തുണി അലക്കി പാറയിലൊക്കെ തുണി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അതപ്പോൾ നമ്മൾ പോകാറാകുമ്പോഴത്തേനും പകുതി ഉണങ്ങിയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ തുണിയലക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഒരുപാട് ഗപ്പികളുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി കഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവന് മീനൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ അടുത്തയാൾ ഞാൻ പറഞ്ഞില്ല, അവിടെ മീന് തീറ്റ കൊടുക്കുവാണ്. സത്യത്തിൽ അവൾക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല.
അവിടെ ഒരു 5-8 മീനെ കിട്ടിയായിരുന്നു പോകാറായപ്പോഴത്തേന് കേട്ടോ. ഇതിനെ കൊണ്ട് അവൻ അവിടെ ഒരു ചെറിയ ടാങ്കൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേ മീനെ കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തോടെ അതേ നാത്തു കൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതേ അമ്മ തുണിയൊക്കെ പറക്കുന്നു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാറായി കേട്ടോ. ഭയങ്കര വെയിൽ വരുന്നു. പിന്നെ അതേ കുഞ്ഞിപ്പെണ്ണ് നടന്നു പോവാണ്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞതാ നമ്മൾ പോവുക. പോകുന്ന വഴിക്ക് ഓരോ വീടുകളിലോട്ട് കയറി പോകുന്ന വഴിയൊക്കെ കണ്ടോ, പണ്ടത്തെ ആ ഒരു വഴിയൊക്കെ. പിന്നെ എല്ലായിടത്തും കണ്ടോ ചെമ്പരത്തിയാണ്. നമ്മളൊക്കെ ഇവിടെ മതിലാണ് പണിത് വെക്കുന്നത് ഓരോ വീട് കഴിയുമ്പോഴും. അപ്പോൾ ഇത് അവരുടെ അതിരയിൽ ചെമ്പരത്തിയാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, എല്ലാം മിക്ക വീടുകളിലും നല്ല എല്ലാ വീടുകളും അതെ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇരുന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ പുറകെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് നിൽക്കുകയാണ് കേട്ടോ. അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ അവൾ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ്, ഞാൻ കണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാമേ. ഓക്കെ, ബൈ.